അവളെ പേടിച്ചാരും നേർവഴി നടപ്പിയില്ല, ഭുവനവാസീജനം ഭുവനേശ്വരാ പോറ്റി. താടകയെപ്പറ്റി എഴുത്തച്ഛൻ എഴുതിയതാണ്. വിശ്വാമിത്രൻ രാമനോട് താടകയുടെ ക്രൗര്യത്തെപ്പറ്റി സൂചിപ്പിക്കുന്നതാണ്. വഴി നടക്കാൻ പറ്റില്ല, അതായിരുന്നു താടകയുടെ പവർ. ആ താടകയെ കൊല്ലാനായിട്ടാണ് ശ്രീരാമനെ വസിഷ്ഠൻ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇത് രാമായണത്തിലെ കഥ. ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ നടക്കുന്ന കഥയും ഏകദേശം ഇതുപോലെയാണ്. മമതാ ബാനർജിയെ ഭയന്നിട്ട് ആരും വഴി നടക്കാൻ പോകുന്നില്ല. നരേന്ദ്രമോദി, അമിത് ഷാ എന്നിവരെല്ലാം എന്ത് ചെയ്യണം അറിയാതെ മിഴിച്ചു നിൽക്കുന്നു, അഥവാ മിഴിച്ചു നിൽക്കുന്നതായിട്ട് ഭാവിക്കുന്നു. കാരണം നരേന്ദ്രമോദിയും അമിത് ഷായും വളരെ ഷ്രൂഡായിട്ടുള്ള പൊളിറ്റീഷ്യൻസ് ആണെന്ന് എനിക്കറിയാം. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മാത്രമല്ല, അസാമാന്യമായ മെയ്വഴക്കവും പയറ്റും ഒക്കെ പഠിച്ച സൂക്ഷ്മദൃക്കുകളായ രണ്ട് രാഷ്ട്രീയക്കാർ കൂടിയാണ് നരേന്ദ്രമോദിയും അമിത് ഷായും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മിഴിച്ചു നിൽക്കുകയാണോ അതോ മിഴിച്ചു നിൽക്കുന്നതായിട്ട് അഭിനയിക്കുകയാണോ എന്നറിഞ്ഞുകൂടാ. സുപ്രീം കോടതിയിൽ 20-ാം തീയതി പശ്ചിമ ബംഗാൾ നടക്കുന്ന SIRൻ്റെ കേസ് വന്നു. ഇത്രയും നീണ്ട ഒരു SIR കേസ് മറ്റൊരു സംസ്ഥാനത്തും ഉണ്ടായിട്ടില്ല. പ്രതിപക്ഷങ്ങൾ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും SIR അതാണ് ഇതാണ് കുഴപ്പമാണ് തെറ്റാണ് തെറിയാണെന്നൊക്കെ പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ പോയിരുന്നു. കേരളവും പോയിരുന്നു. അതിനൊക്കെ ഒരു തീർപ്പുണ്ടായി, അവർ സമ്മതിച്ചു, കാര്യമൊന്ന് നടന്നു. ഒരുപാട് സംസ്ഥാനങ്ങളിൽ SIR പൂർത്തീകരിച്ചു. അപ്പോൾ പൂർത്തീകരിച്ച സംസ്ഥാനങ്ങൾ ഞാൻ പറയാം: ഗുജറാത്ത്, ഛത്തീസ്ഗഡ്, കേരളം, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ലക്ഷദ്വീപ്, പുതുച്ചേരി, ഗോവ, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്. ഇത്രയും സ്ഥലത്ത് ഈ SIR പൂർത്തീകരിച്ച് കഴിഞ്ഞു. കംപ്ലൈൻറ്റും സംഗതിയൊക്കെ കഴിഞ്ഞിട്ട് ഈ സ്ഥലങ്ങളിലെല്ലാം കൂടെ ചേർന്ന് ഒരു 1.25 കോടി 1.7 crores വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായി. പല കാരണങ്ങൾ കൊണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണം ASDD എന്ന് പറയും. അതായത് ആബ്സെൻറ്റ്, ഷിഫ്റ്റഡ്, ഡെഡ്, ഡ്യൂപ്ലിക്കേറ്റ്. ഒന്ന്, ആളെ കാണാനില്ല. വേറൊന്ന്, ആൾ സ്ഥലം മാറി. മൂന്നാമത്, ആൾ മരിച്ചുപോയി. നാലാമത്, ആളിൻ്റെ പേര് 2 സ്ഥലത്ത് വരുന്നു, അപ്പോൾ ഒരു സ്ഥലത്ത് കട്ട് ചെയ്യും. അപ്പോൾ ഇവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് 1.7 കോടി ആൾക്കാരുടെ പേരുകൾ റദ്ദാക്കിയിരിക്കുന്നത്. കേരളത്തിൽ റദ്ദാക്കിയിട്ടുണ്ട്. ഏകദേശം 8 ലക്ഷം പേര് വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കേരളത്തിൽ ശതമാനം വെച്ച് നോക്കിയാൽ അല്പം കുറവാണ് കേട്ടോ. ബൈ ആൻഡ് ലാർജ് നമ്മളുടെ ഇലക്ട്രൽ വോട്ട് കറക്റ്റായിരുന്നു മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് നോക്കുമ്പോൾ നമ്മുടെ 8% മാത്രമേ കട്ടായിട്ടുള്ളൂ. ബാക്കി 16, 20, 21 ഒക്കെ കട്ടായ സംസ്ഥാനങ്ങളുണ്ട്. ബട്ട് പശ്ചിമ ബംഗാളിൽ ഇതൊന്നും നടക്കുന്നില്ല. ഒരു കാര്യത്തിന് ഇമ്മയ്ക്ക് ആ പെണ്ണുമ്പുള്ള ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കില്ല. ഈ ഇലക്ഷൻ കമ്മീഷന് സ്വന്തം ഉദ്യോഗസ്ഥന്മാരില്ല, നമുക്കറിയാമല്ലോ. സംസ്ഥാന സർക്കാരുകളാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ജോലി ചെയ്യുന്നത്. ആ ജോലിക്ക് വേണ്ടി ഡെപ്യൂട്ട് ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ആ ജോലി ചെയ്യുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ കീഴിലായിരിക്കും. അവർ പറയുന്നിടത്ത് റിപ്പോർട്ട് ചെയ്യും, അവർ പറയുന്ന ജോലി ചെയ്യും, അവർക്ക് റിപ്പോർട്ട് കൊടുക്കും. ഇങ്ങനെയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും ഇങ്ങനെയാണ്. മമത അതിന് സമ്മതിച്ചില്ല. മമത കുറച്ച് ഓഫീസറെ കൊടുത്തു, അതൊക്കെ വെച്ച് ഉള്ളതുകൊണ്ടൊക്കെ വെച്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അവർ തന്നെ ഇലക്ഷൻ കമ്മീഷൻ അല്ല റിപ്പോർട്ട് ചെയ്യുന്നത്, മമതയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. ഇങ്ങനെ ഇലക്ഷൻ കമ്മീഷനും മമതയും തമ്മിൽ നിരന്തരം യുദ്ധത്തിലായി. മമത ദേഷ്യപ്പെട്ട് കൊടുങ്കാറ്റ് പോലെ ഡൽഹിയിൽ വന്ന് ഇലക്ഷൻ കമ്മീഷനെ പോയി കണ്ടു, ജ്ഞാനേഷ് കുമാറിനെ. അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് ഇടിച്ച് സംസാരിച്ചു, അദ്ദേഹത്തെ യൂസ്ലെസ് എന്ന് വിളിച്ചു. പുറത്തിറങ്ങിയിട്ട് വീണ്ടും പോങ്ങനാണ്, പൊട്ടനാണ്, യൂസ്ലെസ് ആണ്, ബുദ്ധിശൂന്യനാണ് ഇലക്ഷൻ കമ്മീഷൻ ജ്ഞാനേഷ് കുമാർ എന്ന് പത്രക്കാരോട് പറഞ്ഞു. അത് കഴിഞ്ഞു സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി ഭയന്നു പോയി.
സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുത്തു. മമത പറഞ്ഞു എനിക്ക് സംസാരിക്കാനുണ്ട്, സംസാരിച്ചോളൂ എന്ന് പറഞ്ഞു. 5 മിനിറ്റ് എന്ന് പറഞ്ഞ മമത 20 മിനിറ്റ് സംസാരിച്ചു. അത് യൂട്യൂബിലൂടെ എല്ലാം കണ്ടു. മമത അതിൻ്റെ ഫോട്ടോ എടുത്തു. പശ്ചിമ ബംഗാളിലെങ്ങും പോസ്റ്ററുകളായിട്ട് ഒട്ടിച്ചു. നിങ്ങളുടെ വോട്ട് നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ സുപ്രീം കോടതി വരെ പോയി നേരിട്ട് വാദിച്ചു എന്ന് പറഞ്ഞു. സുപ്രീം കോടതി നിസ്സഹായരായിപ്പോയി. ഒന്നും ആർക്കും ചെയ്യാൻ സാധിക്കുന്നില്ല. ഒടുവിൽ 20-ാം തീയതി കേസ് വന്നു കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ്മാല ബാഗ്ചി, ജസ്റ്റിസ് വിപുൽ പഞ്ചോൽ 3 പേരടങ്ങുന്ന ബെഞ്ചാണ്. സുപ്രീം കോടതി പറഞ്ഞു 2 കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ് തമ്മിൽ ഒരു ട്രസ്റ്റ് ഡെഫിസിറ്റ് നിലവിൽ വന്നിരിക്കുന്നു. 2 പേർക്കും അന്യോന്യം വിശ്വാസമില്ല. ഇലക്ഷൻ കമ്മീഷന് പശ്ചിമ ബംഗാൾ ഗവൺമെൻറ്റിനെ വിശ്വാസമില്ല, പശ്ചിമ ബംഗാൾ ഗവൺമെൻറ്റിന് ഇലക്ഷൻ കമ്മീഷനെയും വിശ്വാസമില്ല. അതിനാൽ ഞങ്ങൾ ആർട്ടിക്കിൾ 142 വെച്ചിട്ട്, ഭരണഘടനയിലെ ആർട്ടിക്കിൾ 142 വെച്ചിട്ട് ഞങ്ങളുടെ പ്രത്യേക അധികാരം ഉപയോഗിക്കുന്നു. എന്നിട്ട് ജുഡീഷ്യൽ ഓഫീസേഴ്സിനെ കൊണ്ട് SIR നടത്താൻ തീരുമാനിക്കുന്നു. ആദ്യമായിട്ടാണ് എക്സിക്യൂട്ടീവിൻ്റെ ജോലി ജുഡീഷ്യറി ചെയ്യുന്നത്. സർക്കാർ ചെയ്യേണ്ട ജോലി, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ജോലിക്കാർ ചെയ്യേണ്ട ജോലി സുപ്രീം കോടതി ജുഡീഷ്യൽ ഓഫീസേഴ്സിനെ ഏൽപ്പിക്കുന്നു. ജില്ലാ ജഡ്ജി, അസിസ്റ്റൻറ്റ് ജില്ലാ ജഡ്ജി, റിട്ടയർ ചെയ്ത ജില്ലാ ജഡ്ജി, അവർക്ക് ഇംപെക്കബിൾ ക്രെഡൻഷ്യൽസ് ഉണ്ടായിരിക്കണം കേട്ടോ, ഒന്നാന്തരം സ്വഭാവശുദ്ധിയുള്ളവരെ നോക്കിയെടുക്കണം. ഇവർ ഇലക്ഷൻ കമ്മീഷന് വേണ്ടിയിട്ട് ഈ ഇലക്ട്രൽ റോൾ റിവൈസിങ് നടത്തും. പശ്ചിമ ബംഗാളിൽ വാസ്തവത്തിൽ കംപ്ലയിൻ്റ് എന്താണ്? ഞാൻ ഈ നേരത്തെ പറഞ്ഞ ASDD ഉണ്ടല്ലോ, ആബ്സെൻറ്റ്, ഷിഫ്റ്റഡ്, ഡെഡ്, ഡ്യൂപ്ലിക്കേറ്റ്, ഇതിൽപ്പെട്ട 58 ലക്ഷം വോട്ടർമാരുണ്ട്. 58 ലക്ഷം. ഇവർ മമതയുടെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റാണ്. ഇവരുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ചത്തെങ്കിലും ജീവനോടെ ഉണ്ടെങ്കിലും ഒക്കെ ഈ 58 ലക്ഷം വോട്ട് മമതയ്ക്കുള്ളതാണ്. ഏകദേശം 58 ലക്ഷമാണ് മമതയും BJPയും തമ്മിലുള്ള വോട്ടിൻ്റെ വ്യത്യാസവും. അപ്രോക്സിമേറ്റ്ലി 58 lakhs ആണ്. അതായത് മമതയുടെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റാണ് ഈ 58 ലക്ഷം പേർ. അത് മമതയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നാൽ മമത കുലുങ്ങാതിരിക്കുന്നത് ഏകദേശം 1.34 കോടി കള്ള വോട്ടർമാരെ മമത ചേർത്തിട്ടുണ്ട്. കള്ള വോട്ടർമാരെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള വോട്ടർമാരുണ്ട് കേട്ടോ. അവർ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയവരാണ്. അവരെ മമത കർണാടക, തമിഴ്നാട്, കേരളം ഈ 3 സംസ്ഥാനങ്ങളിലേക്ക് വിന്യസിച്ചിരിക്കുന്നു. വോട്ടിൻ്റെ സമയത്ത് അവർ വരും, വോട്ട് ചെയ്യും. ഇതാണ് സ്ഥിതി. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ്റെ നിയമം അനുസരിച്ച് ആളിനെ കണ്ടില്ലെങ്കിൽ വോട്ട് ചേർക്കുകയില്ല. ഇതാണല്ലോ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനാണ്, വിശദമായ പരിശോധനയാണ്. ആളെ കണ്ട് ആൾ താമസിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി ഇങ്ങനെയൊക്കെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത്. അങ്ങനെ ഇല്ലെങ്കിൽ പേരുണ്ടാവില്ല. ഇവർക്കാണെങ്കിൽ പുറത്തിറങ്ങാൻ പേടിയുമാണ്. കുറേ അധികം നുഴഞ്ഞുകയറ്റക്കാർ ബംഗ്ലാദേശിലേക്ക് തിരിച്ചുപോയി. ബംഗ്ലാദേശിൽ നമ്മളുടെ അതിർത്തി ഇപ്പോൾ 1 way ആണ്. ഇവിടുന്ന് ബംഗ്ലാദേശിലേക്ക് പോകാം, പക്ഷേ ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ മമത തന്നെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തു, ഇത് SIR അല്ല, ഇത് നാഷണൽ സിറ്റിസൺഷിപ്പ് രജിസ്റ്ററാണ്, NCR ആണ്. അതോടെ ബംഗ്ലാദേശികൾ ഭയന്നു പോയി, പിടിക്കപ്പെടുമെന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് പേര് ബംഗ്ലാദേശിലേക്ക് കടന്നു, കുറച്ച് പേര് തെക്കൻ സംസ്ഥാനങ്ങളിലേക്ക് വന്നു. ഇങ്ങനെ ഷഡ്ഗവ്യത്തിലാണ് മമത നിൽക്കുന്നത്. അപ്പോഴാണ് IPAC എന്ന പ്രൈവറ്റ് കമ്പനിയിൽ റെയ്ഡ് ചെയ്യാൻ ED പോകുന്നത്. അവിടെ തൻ്റെ ഇലക്ഷൻ സീക്രട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് EDയെ തള്ളി മാറ്റി അടിപിടി ഉണ്ടാക്കി മമത അവിടെ നിന്ന് കമ്പ്യൂട്ടറും പെൻഡ്രൈവും ഒക്കെ എടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്തത്. ഈ അവസ്ഥയിൽ പോലും സുപ്രീം കോടതി വളരെ ഉദാരമായിട്ട് മമതയോട് പെരുമാറുന്നു. ഇപ്പോൾ സുപ്രീം കോടതി ജുഡീഷ്യൽ ഓഫീസേഴ്സിനെ വെച്ചിട്ട് ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ജോലി ചെയ്യിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി.
മമത ഒരു പാഠം പഠിക്കും. ഞാൻ അക്കൂട്ടത്തിലല്ല, അങ്ങനെ തുള്ളിച്ചാടുന്നവനല്ല. ഈ ജുഡീഷ്യൽ ഓഫീസേഴ്സിനെ ജോലി ചെയ്യാൻ മമത സമ്മതിക്കുമെന്നാണോ വിചാരം? മമതയുടെ ആൾക്കാർ വളയും, അവർ പറയുന്നിടത്ത് ഒപ്പിടാൻ പറയും, അവർ പറയുന്ന ആളിനെ വോട്ട് ചെയ്യാൻ പറയും, വോട്ടറാക്കാൻ പറയും, ആ രീതിയിൽ അതെടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പറയും. ഇതൊക്കെ ചെയ്യും. മമത ഫിസിക്കലിയാണ് ആൾക്കാരെ അറ്റാക്ക് ചെയ്യുന്നത്. ED ഫിസിക്കലി ശാരീരികമായിട്ട് അറ്റാക്ക് ചെയ്തതല്ലേ. ഇത് ചെയ്യിക്കാനുള്ള പ്രാപ്തി ആ സ്ത്രീക്കുണ്ട്, അവർക്കുണ്ട്, അവരുടെ പോലീസിനുണ്ട്. പോലീസ് ഇപ്പോഴും അവരുടെ കീഴിലാണ്. BSFനെ നിയോഗിച്ചിട്ടൊന്നും അല്ലല്ലോ ഈ ജുഡീഷ്യൽ ഓഫീസർമാർ പെരുമാറാൻ പോകുന്നത്. അല്ല, ജുഡീഷ്യൽ ഓഫീസർമാർക്ക് മമതയെ ഭയക്കേണ്ട കാര്യമില്ല, അവർ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ശാരീരികമായിട്ട് ഭീഷണിപ്പെടുത്തിയാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്. ഭരണഘടനാ വാഴ്ച തകർന്നു, ബ്രേക്ക് ഡൗൺ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി. യെസ്, ഐ ഡോണ്ട് കെയർ ഫോർ ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ, ലെറ്റ് ഇറ്റ് ബ്രേക്ക്. ഇതാണ് മമത. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ 356 വകുപ്പ് വെച്ച് എന്നെ പിരിച്ചുവിട്. പിരിച്ചുവിട്ടാൽ മമത രക്തസാക്ഷിയാണ്. പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ മമതയെ പിടിച്ചാൽ കിട്ടില്ല. ഇതാണ് മോദി സർക്കാരിൻ്റെ നിഗമനം, അഥവാ നിഗമനം എന്ന് ഞാൻ കരുതുന്ന കാര്യം. അവരുടെ ഉള്ളിൽ എന്താണെന്ന് എനിക്കറിയില്ല. മാത്രവുമല്ല, മോദി ഇവരെ പിരിച്ചു വിടുന്ന നിമിഷം സുപ്രീം കോടതി ആ ഓർഡർ സ്റ്റേ ചെയ്യും. സുപ്രീം കോടതി ഈ അരവിന്ദ് കെജ്രിവാൾ, മമതാ ബാനർജി, യോഗേന്ദ്ര യാദവ് ഇതുപോലുള്ള ആൾക്കാരെ ഭയക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കേജ്രിവാളിൻ്റെ കഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. കേജ്രിവാൾ ജയിലിൽ കിടക്കുമ്പോഴും മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാം, ഓഫീസിൽ പോകാതിരുന്നാൽ മതി. ഇതാണ് സുപ്രീം കോടതി പറഞ്ഞത്. ജയിലിൽ കിടന്നുകൊണ്ട് മുഖ്യമന്ത്രിയായിട്ട് തുടരാം, വകുപ്പുകൾ മറ്റുള്ളവർക്ക് കൊടുക്കുക, നിങ്ങൾ ഓഫീസിൽ പോവുകയും വേണ്ട. ഓഫീസിൽ പോകാൻ പറ്റില്ല, ഇയാൾ ജയിലിൽ കിടക്കുകയല്ലേ. ഇങ്ങനത്തെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ഓർഡറുകൾ ഇയാൾക്ക് വേണ്ടിയിട്ട്, അരവിന്ദ് കെജ്രിവാളിന് വേണ്ടിയിട്ട് സുപ്രീം കോടതി ഇറക്കിയിരുന്നു. അരവിന്ദ് കെജ്രിവാൾ എൻ്റെ FIR റദ്ദാക്കണം എന്ന് പറയുന്നു. സുപ്രീം കോടതി പറയുന്നു FIR ഒന്നും റദ്ദാക്കുകയില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് ജാമ്യം തരാം. അരവിന്ദ് കെജ്രിവാൾ പറയുന്നു എനിക്ക് ജാമ്യം വേണ്ട. സുപ്രീം കോടതി പറഞ്ഞു അങ്ങനെ അല്ല, അങ്ങനെ പറയരുത്, ഞങ്ങളൊരു ജാമ്യം അങ്ങ് തരും. തിരഞ്ഞെടുപ്പൊക്കെ അല്ലേ, നിങ്ങൾ പാർട്ടി പ്രസിഡൻ്റ് അല്ലേ, നിങ്ങൾക്ക് പ്രചരണം നടത്തണ്ടേ, ഞങ്ങൾ ജാമ്യം തരും. എനിക്ക് ജാമ്യം വേണ്ടെന്ന്, അങ്ങനെ എൻ്റെ കേസ് ക്യാൻസൽ ചെയ്താൽ മതി. കേസ് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, പക്ഷേ ജാമ്യം തരും. അങ്ങനെ നിർബന്ധിച്ച് ജാമ്യം കൊടുത്ത് കേജ്രിവാളിനെ പുറത്തിറക്കിയ ടീമാണ് സുപ്രീം കോടതി. ഇപ്പോൾ സുപ്രീം കോടതി ഭീമാകാരമായ ഒരു കാര്യം ചെയ്തു എന്നുള്ള ഭാവത്തിലിരിക്കുകയാണ്. എന്താണ്? എക്സിക്യൂട്ടീവ് ഫെയിലായ സ്ഥലത്ത് ജുഡീഷ്യറി സ്വന്തം ആളുകളെ ഇറക്കിയിട്ട്, ജില്ലാ ജഡ്ജി, അഡീഷണൽ ജില്ലാ ജഡ്ജി, റിട്ടയർഡായ ജഡ്ജി, ഇവരെയൊക്കെ ഇറക്കിയിട്ട് ഞങ്ങൾ ചെയ്ത് കാണിച്ചു തരാം. വാസ്തവത്തിൽ ജുഡീഷ്യറിയുടെ ധൈര്യമില്ലായ്മയല്ലേ അത് കാണിക്കുന്നത്? ജുഡീഷ്യറി ചീഫ് സെക്രട്ടറിയെ വിളിച്ചു വരുത്തി ശകാരിച്ചിട്ട് ഇപ്പോൾ ഇവിടെ വെച്ച് പാസ് ആൻ ഓർഡർ, ഇലക്ഷൻ കമ്മീഷന് വേണ്ട ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ കൊടുക്കാനായിട്ട് ഇവിടെ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് ഓർഡർ അടിക്കുന്നതായിരിക്കുന്നു കമ്പ്യൂട്ടർ. ടൈപ്പ് ദ ഓർഡർ, സൈൻ ഇറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് us ആൻഡ് സീ ദാറ്റ് ഇറ്റ് ഈസ് ഡൺ. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ആളുകളെല്ലാം ഇലക്ഷൻ കമ്മീഷൻ്റെ കൺട്രോളിലായി എന്ന് വന്നാൽ മാത്രമേ നിങ്ങൾ ഈ കോടതി വിട്ടു പോകാവുള്ളൂ. അതാണ് ജുഡീഷ്യറിയുടെ ചുണ. അല്ലാതെ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തുടങ്ങിയാൽ ഞാൻ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ ജോലി അങ്ങ് ചെയ്യാം, ഐ വിൽ ഷൂട്ട് മൈ ഹെഡ്. എന്നിട്ട് അതെന്തോ മഹാകാര്യം പോലെ സൂര്യകാന്ത് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. 7 പേജ് വരുന്ന ജഡ്ജ്മെൻറ്റിൻ്റെ കയ്യിലുണ്ട് കേട്ടോ. യു നോ ദ കേസ്. ഞാൻ ബ്രീഫായിട്ട് പറയാം. 8 കേസാണ്. 8 കേസും ഒരു ഇൻ്റർവീനിങ് ആപ്ലിക്കേഷൻ. അതിൽ ഹാജരായിരിക്കുന്നത് 12 സീനിയർ വക്കീലന്മാർ, 83 ജൂനിയർ വക്കീലന്മാർ. അഭിഷേക് മനു സിംഗ്വി സീനിയർ അഡ്വക്കേറ്റ്, പ്രശാന്തോ ചന്ദ്ര സെൻ സീനിയർ അഡ്വക്കേറ്റ്. ഇതൊക്കെ ഇവരുടെ വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട്, മമതാ ബാനർജിക്ക് വേണ്ടിയിട്ട്, പാർട്ടി പ്രസിഡൻറ്റിന് വേണ്ടിയിട്ട്, പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയാണ് ഹാജരാകുന്നത്. അടുത്തത്
കപിൽ സിബൽ സീനിയർ അഡ്വക്കേറ്റ്, ശ്യാം ദിവാൻ സീനിയർ അഡ്വക്കേറ്റ്, കല്യാൺ ബന്ദോപാധ്യായ സീനിയർ അഡ്വക്കേറ്റ്, മേനക ഗുരുസ്വാമി സീനിയർ അഡ്വക്കേറ്റ്, പ്രശാന്ത് ഭൂഷൺ അഡ്വക്കേറ്റ്. ഇത് മറ്റേ സീനിയർ അഡ്വക്കേറ്റ് അല്ല, അഡ്വക്കേറ്റ് എന്ന് മാത്രം എഴുതിയതുകൊണ്ട് വേറൊരു പ്രശാന്ത് ഭൂഷണായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെയും ഒരേ ആൾക്ക് 2 കേസിൽ അപ്പിയർ ചെയ്യാമല്ലോ. അങ്ങനെ കല്യാൺ ബന്ദോപാധ്യായ വീണ്ടും അപ്പിയർ ചെയ്യുന്നു. ഇലക്ഷൻ കമ്മീഷന് വേണ്ടിയിട്ട് ദാമാ ശേഷാദ്രി നായിഡു സീനിയർ അഡ്വക്കേറ്റ്. ദാമാ ശേഷാദ്രി നായിഡു കേരള ഹൈക്കോടതിയിലുണ്ടായിരുന്നു, ജഡ്ജായിരുന്നു. അദ്ദേഹം അത് കഴിഞ്ഞ് ബോംബെ ഹൈക്കോടതിയിലേക്ക് ട്രാൻസ്ഫറായി. 2021 ഹൈക്കോടതിയിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് തുടങ്ങി. അതാണ് ദാമാ ശേഷാദ്രി നായിഡു. അങ്ങനെ അപൂർവം ചില ജഡ്ജിമാരങ്ങനെ ചെയ്യാറുണ്ട്. കേരള ഹൈക്കോടതിയിൽ ജസ്റ്റിസ് വി ഗിരി അദ്ദേഹം ഇതുപോലെ സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെ രാജിവെച്ചിട്ട് സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു, ഇന്നും പ്രാക്ടീസ് ചെയ്യുന്നു. 2 പേരും അസാമാന്യ പ്രഗത്ഭന്മാരാണ്. ജസ്റ്റിസ് വി ഗിരി ആയാലും ജസ്റ്റിസ് ദാമാ ശേഷാദ്രി നായിഡു ആയാലും. പിന്നെ വീണ്ടും വേറൊരു കേസിൽ കപിൽ സിബൽ, ശ്യാം ദിവാൻ, കല്യാൺ ബന്ദോപാധ്യായ, മേനക ഗുരുസ്വാമി 4 പേര് വേറൊരു കേസിലും അപ്പിയർ ചെയ്യും. ഇപ്പുറത്ത് ആർ വെങ്കട്ടരമണി അറ്റോർണി ജനറൽ, തുഷാർ മേത്ത സോളിസിറ്റർ ജനറൽ, കെ എം നടരാജ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ, വിക്രംജിത്ത് ബാനർജി അഡീഷണൽ സോളിസിറ്റർ ജനറൽ. അങ്ങനെ ലിസ്റ്റ് പോകുന്നു. മൊത്തം എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ 12 സീനിയർ വക്കീലന്മാർ, 83 ജൂനിയർ വക്കീലന്മാർ. ഇതാണ് ലൈനപ്പ്. യുദ്ധത്തിൻ്റെ ഈ 18 അക്ഷൗഹിണി എന്നൊക്കെ പറയുമല്ല, ഈ അക്ഷൗഹിണിയുടെ കണക്കാണ് ഞാനീ പറഞ്ഞത്. എന്തൊരു യുദ്ധമായിരുന്നു, എന്തൊരു ആർഗ്യുമെൻ്റായിരുന്നു. എവറിത്തിങ് ആവനാഴിയിലെ അവസാനത്തെ അസ്ത്രം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചൂടാവുകയും ജഡ്ജിമാർ ചൂടാവുകയും സൂര്യകാന്ത് പൊട്ടിത്തെറിക്കുകയും ഒക്കെ ചെയ്തു. അവസാനം എല്ലാവരും വിജയം ആഘോഷിക്കുന്നു. എനിക്കിത് മനസ്സിലാവുന്നില്ല, എന്നോട് ക്ഷമിക്കണം. ഞാൻ ഈ പറയുന്നത് പൊതു നിയമരംഗത്തുള്ള അഭിപ്രായമല്ല. പൊതു നിയമരംഗത്ത് എല്ലാവരും സൂര്യകാന്ത് എന്ന ചീഫ് ജസ്റ്റിസിനെ അഭിനന്ദിക്കുന്നു. അദ്ദേഹം ക്രൈസിസ് ആൺകുട്ടിയാണ്, കണ്ടില്ലേ, മാറാനില്ല അവനും, ഞാൻ ചെയ്യാം എന്ന് പറയുന്നു. അങ്ങനെ പറയുന്നത് ഒരു ചീഫ് ജസ്റ്റിസിന് ഭൂഷണമല്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതിപ്പോൾ 10-40 വർക്കേഴ്സ് ഉള്ളപ്പോൾ അവർ ജോലി ചെയ്യാതെ ഉഴപ്പിയും പിടിച്ചും അന്യോന്യം വഴക്കിട്ടുമൊക്കെ നിൽക്കുമ്പോൾ അവരുടെ സൂപ്പർവൈസർ കയറിയിട്ട് ആരും വേണ്ട, ഞാൻ ചെയ്തോളാം, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. ഹേയ്, വാട്ട് എ നോൺസെൻസ്. I just don't understand. And you are using Article 142, നമ്മളുടെ ന്യൂക്ലിയർ മിസൈൽ, Article 142 of the Constitution, അത് ഉപയോഗിച്ച് ഓർഡർ ഇട്ടിരിക്കുന്നു. സൂര്യകാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യരശ്മിയേറ്റാൽ ജ്വലിക്കുന്ന ഒരു രത്നമാണ് സൂര്യകാന്തം. അങ്ങനെയാണ് സൂര്യകാന്ത് എന്ന് അദ്ദേഹത്തിന് പേര് വന്നിരിക്കുന്നത്. സൂര്യകാന്ത് ഒരു പൗരാണിക കഥാപാത്രമൊന്നുമല്ല. സൂര്യകാന്ത കൽപ്പടവിൽ ആര്യപുത്രൻ്റെ പൂമടിയിൽ നിൻ്റെ സ്വപ്നങ്ങളെ നീ കിടത്തി ഉറക്കൂ സ്വയംപ്രഭേ സന്ധ്യയെ എന്ന് പറഞ്ഞ് വയലാറിൻ്റെ പ്രശസ്തമായ ഒരു സിനിമാ പാട്ടുണ്ട്. അപ്പോൾ സൂര്യകാന്ത കൽപ്പടവ് എന്ന് പറഞ്ഞാൽ സൂര്യകിരണങ്ങൾ തട്ടിയാൽ ജ്വലിക്കുന്ന പ്രകാശിക്കുന്ന ആ രത്നം, അതാണ് സൂര്യകാന്തം. ഇനി മമതയും ഉണ്ട്. മമതയുടെ അർത്ഥം എന്താ? തൻ്റേത് എന്ന വിചാരം, സ്നേഹം, കരുതൽ, ഇതൊക്കെയാണ് മമത. അതേസമയം മമതയ്ക്ക് ഡംഭ് എന്നും അർത്ഥമുണ്ട്. അഹങ്കാരം, ഡംഭ്, താൻപോരിമ, ഈ അർത്ഥമുണ്ട്. സ്വാർത്ഥം എന്ന അർത്ഥമുണ്ട്. ശബ്ദധാരാവലി എടുത്ത് നോക്കിയാൽ മതി, സ്വാർത്ഥം എന്നും അർത്ഥമുണ്ട്. മമതാ ബാനർജിക്ക് യോജിച്ച അർത്ഥങ്ങളാണ് ഡംഭ്, സ്വാർത്ഥം, ഇതെല്ലാം. ഇതുകൂടാതെ മമത എന്ന ഒരു പുരാണ കഥാപാത്രമുണ്ട്. മമത എന്നാണ് പേര്. അതായത് ബ്രഹ്മാവിൻ്റെ മകൻ അങ്കിരസ്, ഞാൻ ഈ മഹാഭാരതം ആദിപർവത്തിലെ കഥയാണ് കേട്ടോ. ബ്രഹ്മാവിൻ്റെ മകൻ അങ്കിരസിന് 2 ആൺമക്കൾ, ഉതഥ്യൻ എന്ന ഒരാൾ, മറ്റേ ആൾ ബൃഹസ്പതി. ഉതഥ്യൻ്റെ ഭാര്യയാണ് മമത.
മമത ഗർഭിണിയായി. ഉദധ്യൻ സ്ഥലത്തില്ലാത്ത നേരം നോക്കി ബൃഹസ്പതി ചേട്ടത്തിയമ്മയെ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. മമത എന്ന ചേട്ടത്തിയമ്മ പറഞ്ഞു, ബൃഹസ്പതി, ഇത് ശരിയല്ല. അത് ഇമ്മോറലായതുകൊണ്ടല്ല കേട്ടോ, മൊറാലിറ്റി ഒന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്ന് വേണം കരുതാൻ. ഇമ്മോറലായതുകൊണ്ടല്ല. അവർ പറഞ്ഞു, എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ്, ഈ ഉദധ്യൻ്റെ കുഞ്ഞ്, അത് വേദവും വേദാംഗവും പഠിച്ചു കഴിഞ്ഞു ഇതിനോടകം. നിൻ്റെ വീര്യം അതിൽ നിപതിച്ചാൽ ഇത് രണ്ടും കൂടെ താങ്ങാൻ എൻ്റെ വയറിന് ശക്തിയില്ല. അതുകൊണ്ട് ഈ ആഗ്രഹത്തിൽ നിന്ന് നീ പിന്മാറണം. ബൃഹസ്പതി പിന്മാറിയില്ല. ബൃഹസ്പതി മമതയെ ഉപയോഗിക്കുക തന്നെ ചെയ്തു. വയറ്റിൽ കിടന്ന കുഞ്ഞ് പറഞ്ഞു, അച്ഛാ, ഇത് അയുക്തികമാണ്, ഇത് ചെയ്യരുത്, ഈ വീര്യം ഇവിടെ വീഴ്ത്തരുത്, കാരണം ഇവിടെ രണ്ടു പേർക്ക് സ്ഥലമില്ല, അതുകൊണ്ടിത് പിൻവലിക്കണം. ബൃഹസ്പതിക്ക് പിൻവലിക്കാനുള്ള കഴിവുണ്ടായിരുന്നു, പക്ഷേ ബൃഹസ്പതി പിൻവലിച്ചില്ല. വാശിക്ക് അങ്ങോട്ട് തന്നെ തള്ളി. ഗർഭസ്ഥ ശിശു തൻ്റെ പാദം കൊണ്ട് ഈ വീര്യം തള്ളി പുറത്തേക്കിട്ടു. അത് നിലത്ത് വീണു. ക്ഷുഭിതനായ ബൃഹസ്പതി ഈ കുട്ടിയെ ശപിച്ചു. അങ്ങനെ ആ കുട്ടി പ്രസവിച്ചപ്പോൾ അന്ധനായിട്ടാണ് പ്രസവിക്കപ്പെട്ടത്. അതാണ്, അവൻ്റെ പേരാണ് ദീർഘതമസ്. കണ്ണിൽ മുമ്പിൽ ദീർഘമായ തമസ്സാണല്ലോ, അതാണ് ദീർഘതമസ്. ദീർഘതമസ് വേറൊരു വിക്രമിയായിരുന്നു കേട്ടോ. ഞാൻ ആ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഇങ്ങനെയാണ് മഹാഭാരതം ആദിപർവത്തിൽ മമത എന്ന കഥാപാത്രം. ഭാഗവതത്തിലും ഈ കഥയുണ്ട്. ആകെ വ്യത്യാസം, ദീർഘതമസ് അല്ല മമതയുടെ വയറ്റിലുണ്ടായിരുന്നത്, ഭരദ്വാജനാണ് എന്ന് ഭാഗവതത്തിൽ പറയുന്നു. അതാരായാലും നമുക്ക് വിരോധമില്ല, മമത ആരാണ് എന്നറിയുകയാണല്ലോ പ്രധാനം. അപ്പോൾ ഇങ്ങനെ ചെയ്ത സ്ത്രീയാണ് പുരാണത്തിലെ മമത. മമത എന്ന വാക്കിൻ്റെ അർത്ഥവും ഞാൻ പറഞ്ഞു. തുടക്കത്തിൽ അവളെ പേടിച്ചാരും നേർവഴി നടപ്പിയില്ല, ഭുവനവാസി ജനം ഭുവനേതലെ പോറ്റി എന്ന എഴുത്തച്ഛൻ്റെ വാക്യവും ഞാൻ പറഞ്ഞു. ഇത് ഞാൻ മമതയുടെ സ്വഭാവശുദ്ധിക്കെതിരെ നടത്തുന്ന ആക്രമണമോ അങ്ങനെയൊന്നുമല്ല. ഞാൻ ഈ കഥാപാത്രങ്ങളെ ഒന്ന് പുരാണത്തിൽ പരിശോധിച്ച് നോക്കി. ആരാണ് സൂര്യകാന്ത്, ആരാണ് മമത? അപ്പോൾ അതും കൂടെ അറിഞ്ഞിരിക്കണമല്ലോ. ഈ ഒരാളിൻ്റെ പേരും അവരുടെ വ്യക്തിത്വവും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവണമെന്നില്ല, ഉണ്ടായി കൂടുന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇന്ത്യൻ ജുഡീഷ്യറിയിലെ ഒരു കറുത്ത അധ്യായം, ഒരുപാട് കറുത്ത അധ്യായമുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഒരധ്യായം കൂടി എന്ന് മാത്രമേ ഞാൻ ഈ വിധിയെ കണക്കാക്കുന്നുള്ളൂ. ഇതൊരു ഇൻ്ററിം ഓർഡറാണ്. ഇനിയും അടുത്ത മാർച്ച് 20-ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി 28-ന് മുമ്പ് വോട്ടർ പട്ടിക, ഡ്രാഫ്റ്റ് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കണമെന്നൊക്കെ നിഷ്കർഷിച്ചിട്ടുണ്ട്. അതൊക്കെ വരുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. പക്ഷേ എന്നാൽ പോലും ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു, മമതാ ബാനർജിക്ക് ബംഗാളിലെ വോട്ടർമാരുടെ മുകളിലുള്ള പിടുത്തമുണ്ടല്ലോ, ആ പിടുത്തം മറ്റൊരു പാർട്ടിക്കുമില്ല. ഓരോ വോട്ടർമാരെയും അവർക്ക് തിരിച്ചറിയാം. അവർ മാർക്ക് ചെയ്ത് TMC പ്രവർത്തകരെ കൊണ്ട് ചെറിയ ചെറിയ ക്ലബ്ബുകൾ ഉണ്ടാക്കി, ക്ലബ്ബെന്നാണ് അവർ വിളിക്കുന്നത്. അങ്ങനെയുള്ള പ്രവർത്തനമാണ് മമതാ ബാനർജി ചെയ്യുന്നത്. അവരുടെ ഓരോ വോട്ടർ കാണാതെ പോയി കഴിഞ്ഞാൽ അവൻ എവിടെ പോയി, അവൻ എവിടെ റീസർഫസ് ചെയ്യണം, ഇതെല്ലാം അവർ ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഓരോ വോട്ടറുടെയും കോടിക്കണക്കിന് വോട്ടർമാരെ ഇങ്ങനെ നിയന്ത്രിക്കുന്ന ഒരു സ്ത്രീയാണ് മമതാ ബാനർജി. അത്ര വലിയ നിയന്ത്രണം അമിത്ഷായ്ക്ക് പോലും സ്വന്തം പാർട്ടിയിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. പന്ന പ്രമുഖ് എന്നൊക്കെ പറയും നമ്മൾ. വോട്ടർ പട്ടികയുടെ ഒരു കീറെടുത്തിട്ട് ആ കീറിൽ എത്ര പേരുണ്ടോ അവരെ 2 പേരുടെ കീഴിലാക്കുക, ഇങ്ങനെയൊക്കെയുള്ള വളരെ മെറ്റിക്കുലസായ പ്രവർത്തനം അമിത്ഷായ്ക്കും അറിയാം. അങ്ങനെയാണ് അമിത്ഷാ ത്രിപുരയൊക്കെ പിടിച്ചെടുത്തത്. ബട്ട് എന്തുകൊണ്ടോ ബംഗാളിൽ അമിത്ഷായുടെ മാജിക്കും വിജയിക്കുന്നില്ല. എന്നാൽ ഈ SIR കൂടി
മമതാ ബാനർജിയുടെ ഈ കള്ളക്കളി അവസാനിക്കുമെന്നും നിഷ്പക്ഷവും നീതിപൂർവവുമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമെന്നും നമുക്ക് വിചാരിക്കാം. ഇനി SIR ഈ ജുഡീഷ്യറിയെ കൊണ്ടും മമത ചെയ്യിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ ഒരു ചോദ്യമുണ്ടല്ലോ. വരുന്ന മെയ് 10 വരെ മമതാ ബാനർജിക്ക് ബംഗാൾ ഭരിക്കാൻ പറ്റുള്ളൂ. അതാണ് ലാസ്റ്റ് ഡേ. 11-ാം തീയതി അവർക്ക് ഭരിക്കാൻ അവകാശമില്ല. 11-ാം തീയതി ഭരണം രാഷ്ട്രപതിയുടെ കയ്യിലാവും. ബട്ട് രാഷ്ട്രപതിക്ക് മമതാ ബാനർജി ഭരണം കൈമാറുന്നില്ല എന്ന് വയ്ക്കുക. രാഷ്ട്രപതി ഭരണം എന്ന് പറഞ്ഞാൽ ഗവർണർ ഭരണമാണ്. മമതാ ബാനർജി സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല. അപ്പോൾ അവിടെ ഞാൻ തന്നെയാണ് ഇവിടെ ഭരിക്കുന്നത്. ചീഫ് സെക്രട്ടറി വിളിച്ച് മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ടോളാം, മൂട്ടുകാല് തല്ലിയൊടിക്കും ഞാൻ. ഇതാണ് മമതാ ബാനർജി. ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ഹ്യൂജ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോബ്ലം. മമതയ്ക്ക് നമ്മളുടെ പർദിവാലയുടെ ജഡ്ജ്മെൻറ്റ് വെച്ചിട്ട് മമതയ്ക്ക് പശ്ചിമ ബംഗാൾ പുതിയ രാജ്യമാണ് എന്ന് വരെ പ്രഖ്യാപിക്കാം. ഇതേ ഇപ്പോൾ സൂര്യകാന്ത് ഉപയോഗിച്ച ആർട്ടിക്കിൾ 142 എന്ന ബ്രഹ്മാസ്ത്രം അഥവാ ആറ്റം ബോംബ് അത് ഉപയോഗിച്ച് തഴക്കം വന്ന ആളാണ് ഇദ്ദേഹം, നമ്മളെ പർദിവാല, ജസ്റ്റിസ് പർദിവാല. അപ്പോൾ അതുകൊണ്ട് സ്റ്റാലിന് കിട്ടിയ ആ പ്രിവിലേജ് അത് മമതാ ബാനർജിയും ഉപയോഗിച്ചു എന്ന് വരും. അങ്ങനെ ആണെങ്കിൽ അസാമാന്യമായ, ഭാരതം ഇതുവരെ കാണാത്ത ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ക്രൈസിലേക്ക് രാജ്യം ചെന്ന് വീഴും. അങ്ങനെ വീഴാതിരിക്കട്ടെ എന്ന് ആശിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. നടക്കാനുള്ളത് നടക്കും, വരാനുള്ളത് വഴിയിൽ തങ്ങുകയില്ല. താങ്ക് യു.